നല്ല ഇടയൻ്റെ ആട്ടിൻകുട്ടിലേക്ക് കടക്കുവാൻ കാത്തുനിൽക്കുന്നവരുടെ നിരകൾക്ക് ഒരു അവസാനവുമില്ല. ഒരുപോലെയല്ലെങ്കിലും ഏതു ഭൂഖണ്ഡത്തിലായാലും വറ്റാത്ത ഉറവ പോലെ ഒരു ഒഴുക്കുണ്ടതിന്. മഡഗാസ്കറിലെ ഞങ്ങളുടെ ഗ്രാമങ്ങളിലും ഈ നിരകൾക്ക് നീളം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. മരണത്തെ അതിജീവിച്ച് പുതിയൊരു പ്രതീക്ഷയും ജീവനും നമുക്ക് ഉറപ്പാക്കി തരുന്ന ഈശോയുടെ ഉത്ഥാന തിരുനാളിൽ തലയിൽ മാമോദിസ ജലം വീഴുന്നത് കാത്തിരിക്കുന്ന ഒത്തിരി പേർ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. വിഭൂതി തിരുനാളിൻ്റെ കരിപൂശൽ കർമ്മത്തിന് ഞങ്ങളുടെ പല പള്ളികളിലും ഞായറാഴ്ചയും ആവശ്യക്കാരുണ്ട്. മലയാളി ഭാഷയിൽ ശാരീരികമായി ക്ഷീണിച്ച ഒരാൾ ഭേദപ്പെട്ടു കണ്ടാൽ കണ്ടവർ കമന്റ് പറയും, മഹാസു അയിന എന്ന് വെച്ചാൽ ജീവൻ കിട്ടിയല്ലോ. ആത്മീയമായാലും ശാരീരികമായാലും ഇത് പറയാം. നാട്ടിൽ പോയി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നപ്പോൾ കണ്ടവരെല്ലാം എന്നോടും പറഞ്ഞു, ജീവൻ കിട്ടിയല്ലോ. എന്നാൽ എന്നെപ്പോലെ ഇവിടെയുള്ള പലരെയും ഇപ്പോൾ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് മറിച്ചു പറയുവാനാണ് തോന്നിയത്. അവർക്കെല്ലാം ജീവൻ അല്പം നഷ്ടപ്പെട്ടതുപോലെ. ത്യാഗജീവിതത്തിലൂടെ ശോഷിച്ച് ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ പോലെയാണ് പലരും പ്രത്യക്ഷപ്പെടുന്നത്. അവരെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ബോധം ഉദിച്ചു, ഞാൻ വീണ്ടും ശോഷിച്ച് ഉണങ്ങാനായി കാത്തു നിൽക്കുന്ന ഒരു മരം തന്നെയാണ്. ഇവിടെ ഞങ്ങളുടെ പ്രതീക്ഷ ഈശോ തന്നെയാണ്. പുതുജീവൻ നൽകുന്ന അവിടുത്തെ സ്നേഹവും തലോടലുകളും തന്നെയാണ്. ഞങ്ങൾ അർപ്പിതർക്ക് ലഭിക്കുന്ന ഈശോയുടെ തട്ടും തലോടലുകളും പലപ്പോഴും ഞങ്ങളുടെ ജനങ്ങളിൽ കൂടിയാകുമെന്നും ഞങ്ങൾക്കറിയാം. അത്തരം ഒരു തലോടലാണ് 80 വയസ്സ് കഴിഞ്ഞ ജോൺ ബാപ്റ്റിസ്റ്റും ഭാര്യ മറിയവും തന്നത്. അരിയും ചോളവും കാഴ്ചയായി കൊണ്ടുവന്ന് അവരും എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, മാസു അയിന. ഈ ഇടവേളയിൽ കേട്ട ദുഃഖവാർത്തകളിൽ ഒന്നായിരുന്നു ഇടവക പ്രവർത്തനത്തിൽ ഒത്തിരി സഹായിക്കുന്ന കാറ്റഗിസ്റ്റ് ജോൺ പോളിൻ്റെ മകൻ്റെ ദാരുണാന്ത്യം. പാടത്ത് പണി കഴിഞ്ഞു വരുന്ന വേളയിൽ വീടിനോട് അടുത്ത് വെച്ചുണ്ടായി ഇടിവെട്ടിൽ അവൻ കരിഞ്ഞുപോയി. അടുത്ത ഗ്രാമത്തിലെ ഒരാളും ഇത്തവണത്തെ മഴക്കാലത്ത് ഇങ്ങനെ മരിച്ചു. മരണങ്ങൾ ഒരു അവസാനമല്ല എന്ന് ഉയർത്തെഴുന്നേറ്റ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ നോമ്പുകാലവും ജീവിത രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനുള്ള അവസരങ്ങളാണ്. ഒരുക്കമുള്ളവർ ഈ നോമ്പുകാലവും കടന്ന് ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുമെന്നും നമുക്കറിയാം. ഇതിന് സ്ഥലകാല ഭേദമില്ല. ആഫ്രിക്കയായാലും അമേരിക്കയായാലും ഓസ്ട്രേലിയയായാലും പ്രതിഫലം ഒന്നു തന്നെയാണ്. ഒരുക്കത്തിൻ്റെ ഈ യാത്രയിൽ ഫലസമൃദ്ധമായൊരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.